തലയിൽ തൊപ്പിവെച്ച മുസൽമാനായിട്ടുള്ളൊരു വ്യക്തി കേന്ദ്രമന്ത്രി സുരേഷ് ഗോപി നായർക്ക് കൈകൊടുക്കാൻ വന്നപ്പോ അയിത്തം ദൃശ്യം പുറത്തു വന്നിട്ടുണ്ട്. ആലപ്പുഴയിൽ ഇന്നിപ്പോ ഉദ്ഘാടനത്തിന് പോയ പോക്കായിരുന്നു. അതിന് കഴിഞ്ഞ് നായർ തമ്പ്രാൻ പുറത്തേക്ക് ഇറങ്ങിയപ്പോൾ വാഹനം എത്തിയില്ല. ആ വാഹനം എത്താത്ത കലിപ്പിൽ മുന്നോട്ടേക്ക് പോകുമ്പോഴാണ് ഇടയിൽ നിന്ന് തൊപ്പിവെച്ച ഒരു പാവം വൃദ്ധൻ ഒരു ഷാക്ക് ഹാൻഡ് കൊടുക്കാൻ ചെന്നത്. ബാക്കി നിങ്ങൾ തന്നെ കാണും. കണ്ടല്ലോ, 10-70 വയസ്സുള്ള ഒരു വയോധികനായിട്ടുള്ള വ്യക്തി അദ്ദേഹത്തിന്റെ ഒരു ഐഡന്റിറ്റി എന്നുള്ള നിലയ്ക്ക് തലയിൽ ഒരു തൊപ്പി വെച്ചു. ആ തൊപ്പി വെച്ചുകൊണ്ട് കേന്ദ്രമന്ത്രിയുടെ കൈക്ക് പിടിക്കുമ്പോഴാണ് അദ്ദേഹം തട്ടിത്തെറിപ്പിക്കുന്നത്. നോക്കിയേ, അദ്ദേഹത്തിന് അത്തരം ആൾക്കാരോടുള്ള മനോഭാവം എന്താണെന്ന് തെളിയിക്കുന്നുണ്ട്. പക്ഷെ ഒരു കാര്യം പറയാനുണ്ട്, ആ വ്യക്തിയുടെ മാനസികാവസ്ഥയാണ് കാര്യം. ഏറ്റവും കൂടുതൽ മുസ്ലിം മത വിരോധവും ഇടതുപക്ഷ വിരോധവും വെച്ച് സൂക്ഷിക്കുന്ന വ്യക്തി എന്ന് പലകുറി തെളിഞ്ഞിട്ടും അദ്ദേഹത്തെ കണ്ടപ്പോൾ ആരാധന മൂത്ത് ഓടിച്ചെന്ന ആ മനുഷ്യന്റെ മനോനിലയാണ് ആലോചിക്കുന്നത്. ഇപ്പോഴും ചില സിനിമകളൊക്കെ കണ്ട് വലിയ ഹീറോ പരിവേഷത്തിലാണ് സുരേഷ് നായരെയൊക്കെ ചിലർ പരിഗണിക്കുന്നു എന്നതിന്റെ തെളിവാണ് ഇങ്ങനെ കണ്ടപ്പോൾ കൈകൊടുക്കാൻ ഓടിച്ചെന്നത്. അപമാനിച്ചു വിട്ടു. ഇതും പോരാഞ്ഞിട്ട് അവിടെ സൂപ്പർ സ്റ്റാറിനെ പോലെയാണ് ആഡംബര വാഹനത്തിൽ ഗോവിയണ്ണം വന്നിറങ്ങിയത്. ദേ അത് നോക്കിയേ, കണ്ടില്ലേ? പുതിയ ആഡംബര കാറിൽ ഹീറോ സ്റ്റൈലിലൊക്കെ വന്നിറങ്ങി അകത്ത് കയറിപ്പോയ ആൾ പരിപാടി കഴിഞ്ഞപ്പോ വിളിച്ചിട്ട് വണ്ടിയും കൊണ്ട് വന്നില്ല. പാവപ്പെട്ട ഡ്രൈവർ തൊഴിലാളി. പിന്നെ തൊഴിലാളി അത്തരം പ്രവൃത്തി ചെയ്ത തമ്പ്രാന് സഹിക്കൂ? തമ്പ്രാൻ 1 മിനിറ്റ് കാത്തു നിൽക്കാൻ തയ്യാറായില്ല. ഒരു കാര്യം ആലോചിക്കുക, ജനങ്ങളാൽ തിരഞ്ഞെടുക്കപ്പെട്ട ഒരു ജനപ്രതിനിധിയാണ്. 2 ഫോൺ കോൾ വിളിച്ചപ്പോ ഡ്രൈവർ സമയത്തെത്തിയില്ല എങ്കിൽ അദ്ദേഹത്തിന്റെ ധിക്കാരവും ധാർഷ്ട്യവും, നമ്മുടെ നാട്ടിലെ മാധ്യമങ്ങൾ ആ വാക്കേ ഉപയോഗിക്കില്ല, ധിക്കാരവും ധാർഷ്ട്യവും അഹങ്കാരവും കാണിച്ചുകൊണ്ട് തൊട്ടടുത്ത് കണ്ട ഓട്ടോയിൽ കയറി പോവുകയായിരുന്നു. ഇടയ്ക്ക് തൃശൂർ വടക്കുംനാഥ ക്ഷേത്രത്തിൽ നിന്നും ഇതുപോലൊരു ദൃശ്യം നമ്മൾ കാണാനിടയായി. തൊഴിലാളികളെല്ലാം ഒപ്പം നിൽക്കുന്നവരാണെങ്കിലും അടിമകളാണ്. തമ്പ്രാൻ ഇറങ്ങിക്കഴിഞ്ഞ ആ സ്പോട്ടിൽ അവിടെ ഉണ്ടാകണം, ഇല്ലെങ്കിൽ അതിന്റെ പ്രതിവിധി അവ അനുഭവിക്കേണ്ടി വരും. അതുകൊണ്ടാണ് ഒരംശം പോലും വിട്ടുവീഴ്ച ചെയ്യാതെ ഓട്ടോറിക്ഷയിൽ കയറിപ്പോയത്. ആ കയറിപ്പോകുന്നതിനിടയിൽ തന്നെ ഒരു നിയമവിരുദ്ധ പ്രവർത്തനം കൂടി നടത്തിയിട്ടുണ്ട്. കാര്യം, ഓട്ടോറിക്ഷയിൽ കയറിയിരിക്കുന്ന സന്ദർഭത്തിൽ വൺ വേ ആണ്, വണ്ടി അങ്ങോട്ട് പോകില്ല എന്ന് പറയുമ്പോഴും തമ്പ്രാനായതുകൊണ്ട് അപ്പുറത്ത് പോയി തിരിയൂ എന്ന നിർദ്ദേശം കൊടുക്കുന്നതും കേൾക്കാം. കേട്ടല്ലോ, അങ്ങനെ നിയമവിരുദ്ധ പ്രവർത്തനം നടത്തിയാണ് മടങ്ങിയത്. ഇതിനിടയ്ക്കാണ് വാഹനം കിട്ടാതെ തിരികെ ഇറങ്ങി വരുമ്പോൾ തൊപ്പിയും വെച്ചോണ്ട് ഒരു മുസൽമാൻ കൈ പിടിക്കാൻ വരുന്നു. തട്ടിത്തെറിപ്പിച്ചിട്ട് അദ്ദേഹം പിന്നീടും പിന്നാലെ പോയി കൈ കൊടുക്കാൻ ശ്രമിക്കുമ്പോൾ അതിന്റെ ഈർഷ്യ പ്രകടമാക്കിക്കൊണ്ട് അദ്ദേഹം മടങ്ങിപ്പോയത്. സ്വാഭാവികമായിട്ടും ഇതിന്റെ കലിപ്പെല്ലാം കൂടി സുരേഷ് നായർ ഇന്ന് ആ പാവപ്പെട്ട ഡ്രൈവർ തൊഴിലാളിയുടെ നെഞ്ചത്ത് തീർത്ത് കാണും. കാര്യം, തൊഴിലാളി എന്നാൽ അടിമ മനോഭാവമാണല്ലോ. എന്ത് സാഹചര്യത്തിൽ വൈകി എന്നൊന്നും എനിക്കറിയില്ല. തമ്പ്രാൻ ഇറങ്ങി വന്നില്ല, അതിൽ കുപിതനായി അല്ലെങ്കിൽ കോപിഷ്ടനായി അതിന്റെ പ്രത്യാഘാതം പാവപ്പെട്ട
പ്രജയായിട്ടുള്ള ആ തൊഴിലാളി അനുഭവിക്കേണ്ടി വന്നിട്ടുണ്ടാകാം.